നീറ്റ് 2024 കഴിഞ്ഞു മക്കളെ. എത്ര മാർക്കിന് MBBS കിട്ടുമെന്ന് ചോദിച്ചടക്കുന്ന ആൾക്കാർ വിളിക്കാറുണ്ട്. ഞാൻ ഇന്നലെ രാത്രിയിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു ലൈവ് സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് അനാലിസിസ്, ഓരോ സെഷനിലും എത്ര ക്വസ്റ്റ്യൻസ്, എത്രയൊക്കെ പോസിബിൾ ആണ്, എങ്ങനെയൊക്കെ ചെയ്താൽ പറ്റും എന്നുള്ള രൂപത്തിലുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 170 ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് വളരെ എളുപ്പമായിരുന്നു. ഒരു 168 to 170 ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. 10 ക്വസ്റ്റ്യൻസ് കിടിലൻ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നല്ല ലെവലിൽ മാത്രമേ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ ഈ 170 ക്വസ്റ്റ്യൻസും കൂടി ചെയ്തെത്തുന്ന ഒരാൾക്ക് 680 മാക്സിമം പോസിബിൾ ആണ്. പക്ഷെ നിങ്ങൾക്കറിയാലോ, ഒരു എൻട്രൻസ് നമ്മൾ ചെയ്യുമ്പോൾ എത്രയൊക്കെ അറിയാമെങ്കിലും നമ്മൾ കുറച്ചെണ്ണമൊക്കെ നമ്മൾ തെറ്റിപ്പോകും കാര്യങ്ങൾ. അങ്ങനെയൊക്കെ കണക്കൂട്ടി നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ഫീൽഡിൽ കേരളത്തിലൊരു ഗവൺമെൻറ് MBBS കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 640+ മാർക്ക് കിട്ടുകയാണെങ്കിൽ കേരളത്തിൽ ഗവൺമെൻറ് MBBS ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി ഓൾ ഇന്ത്യ തലത്തിലേക്ക് പോകുകയാണെങ്കിൽ ഒരു 20 മാർക്കും കൂടി താഴേക്ക് വെക്കാം. അതൊരു 620+ ഓൾ ഇന്ത്യ തലത്തിൽ ഒരു ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പഠിച്ചത് ഒരു ഗവൺമെൻറ് MBBS സീറ്റിന് വേണ്ടിയിട്ടാണ്, റാങ്കിന് വേണ്ടിയിട്ട് ആയിരുന്നില്ല എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവണം. ഒരു ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പഠിച്ച് കിടിലനായിട്ട് നല്ല അടിപൊളി ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഞാൻ ഈ പറഞ്ഞ മാർക്കുള്ള ആൾക്കാർക്ക് പീസ് ഓഫ് മൈൻഡ് ആണ്, സമാധാനം, ഉഷാറായിട്ടിരിക്കുക. ലെറ്റ് സെലിബ്രേറ്റ്. ഫർദർ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ കിട്ടുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇനി ഡിഫറെൻറ്റ് കാറ്റഗറി വൈസുള്ള കട്ട് ഓഫ് ചോദിക്കാറുണ്ട്. അത് വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ചുരുക്കി പറയാം, അതിന് മുന്നേ തന്നെ സെൽഫ് ഫിനാൻസിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെന്റ് കട്ട് ഓഫിനേക്കാൾ ഇപ്പോൾ 640 ആണ് ഗവൺമെന്റ് കട്ട് ഓഫ് എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഒരു 80 മാർക്ക് മുതൽ 100 മാർക്ക് താഴെ വരെ, ഒരു 540 to 560 മാർക്ക് വരെ അതിൻ്റെ മുകളിലേക്ക് മാർക്കുള്ള കുട്ടികൾക്ക് സെൽഫ് ഫിനാൻസിങ്ങിൽ നമുക്കൊരു 8 ലക്ഷം രൂപയൊക്കെ അല്ലെങ്കിൽ 8.5 ലക്ഷം രൂപ മന്ത്ലി അല്ല, ഇയർലി ഫീസ് അടച്ചിട്ട് പഠിക്കാവുന്ന തരത്തിലുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ കേരളത്തിൽ കിട്ടാനുള്ള പോസിബിലിറ്റീസ് ആ ഒരു റേഞ്ചിലുണ്ട്. OBCന്റെ കട്ട് ഓഫ് ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട്. അതൊരു 10 മാർക്കിന് വ്യത്യാസമാണ് യൂഷ്വലി വരാറ്. 630 ആണെങ്കിൽ ഒരു 10 മാർക്കിന് വ്യത്യാസം 610 വരെയൊക്കെ പോകാറുണ്ട്. മാക്സിമം വ്യത്യാസമാണ് OBCക്ക് എത്ര വരാറുള്ളത്. SC ST-കാർക്കൊക്കെ 100 മാർക്കിൻ്റെ വരെ ഡിഫറൻസിലൊക്കെ സാധനങ്ങൾ വരാറുണ്ട്. കാരണം ഗവൺമെന്റ് കട്ട് ഓഫിനേക്കാളും 100 മാർക്സിന് താഴെ വരെ. സോ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയ, എന്താണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് ആൻഡ് നിങ്ങളുടെ കോച്ചിങ് സെന്ററിലെ അനുഭവങ്ങൾ എന്തെല്ലാം, അതൊക്കെ താഴെ കമന്റ് ബോക്സിലേക്ക് ഇട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വർഷത്തിലേക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ട ആൾക്കാർക്ക്. ആൻഡ് ഡോപ്പ വാസ് ലൈക്ക് നമ്മൾ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വർഷം. ഞാനിങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടിയ ഓരോ റിസൾട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിസൾട്ടുകൾ തന്നെയാണ്. കറക്റ്റായിട്ട് എണ്ണി തിട്ടപ്പെടുത്തിയ സാധനങ്ങൾ തന്നെയായിരുന്നു. ആൻഡ് അടുത്ത വർഷത്തിലേക്ക് ഡോപ്പയിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് അറ്റ് ഡോപ്പ എന്നുള്ള കാര്യം താഴെ കമൻറ്റ് ചെയ്തോ. ആൻഡ് ബാക്കിയുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി അതെന്ത് യൂസ്ഫുൾ ആവും എന്നുള്ള ഒരു കാരണങ്ങൾ കൊണ്ടാണ് അത് ചെയ്യുന്നത്. അടുത്ത വർഷത്തേക്ക് ഇതിനേക്കാൾ 3x ടൈമിലുള്ള പ്ലാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വി വിൽ ഇംപ്ലിമെന്റ് ദാറ്റ് പ്ലാൻ അടിപൊളിയായിട്ട്. സോ നമുക്ക് കാണാം. ബൈ. അടുത്ത വീഡിയോയിലേക്ക് വേണ്ടി കാത്തിരിക്കാം.